ഓക്കെ. ഓ മാൻ, നമ്മൾ മാക്സിമം സ്റ്റെൽത്തായിട്ട് പോകണമെന്നില്ല. ഫക്ക് തൊള്ളർന്നാൽ പറ്റേ വരുള്ളൂ. സോ മാക്സിമം നമ്മൾ ഇരുന്ന് ക്രൗച്ച് ചെയ്ത് സ്റ്റെൽത്തായിട്ട് പോകണം. കാരണം നമ്മൾ നിന്നാൽ അപ്പുറത്തെ സൗണ്ടും കേൾക്കും കേട്ടോ. ക്രൗച്ച് റിഡ്യൂസസ് നോയ്സ് ആൻഡ് വിസിബിലിറ്റി. സോ അതായത് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ വിസിബിലിറ്റിയും കുറയും. ഡിറ്റക്ഷൻ മീറ്റർ അപ്പിയർ വെൻ എനിമീസ് കൻ സീ. അതായത് എനിമീസിൻ്റെ അടുത്ത് കൂടെ പോയാൽ ഡിറ്റക്ഷൻ മീറ്റർ പറഞ്ഞൊരു സാധനമുണ്ട്. അതിനെന്തോ ഒരു അളവുണ്ട്. അതിൻ്റെ അടുത്ത് പോയാൽ എനിമീസിനെ നമ്മൾ ഡിറ്റക്ട് ചെയ്യാൻ വെക്കും. പട്ടിയാണോ സീനടാ. പട്ടി നമ്മൾ കണ്ട സൗണ്ട് ഉണ്ടാക്കും. അവളെ സൗണ്ട് ഉണ്ടാക്കണു. മണ്ടറക്ക എവിടെ ആരടാ പന്നിനെ അർത്ഥോണ്ട് നിൽക്കുക. ചേട്ടാ രണ്ടിലും പന്നിക്കെത്രേ. സോ നമ്മളിതേ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. വീണ്ടും ആരെന്തൊക്കെ കാര്യമായിട്ട് പറയുന്നുണ്ട്. സോ പോവാ. എന്താ ഇത്ര ചവിട്ടിയോ? രണ്ടിലും ചവിട്ടിയോ? അങ്ങനെ പണ ഓന്തവിടെ എന്താ ബുക്കണ മാതിരി അഭിനയിക്കും. എടുക്കട്ടെ ബ്രോ, വെയിറ്റ്. ഇതെന്തെടുക്കാൻ പറ്റാത്ത വേട അവിടെ മനസ്സിലായി. പറഞ്ഞ എടുത്തിട്ട് വലിച്ചെടുട്ടോ എന്നെ മുമ്പ് കണ്ടിട്ടെടുക്കും. ഇതെന്താ എടുക്കാൻ പറ്റാത്ത? വെയിറ്റ് ഇതെന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എടുക്കാൻ പറ്റണില്ല. ഇപ്പം എൻ്റെ തൊള്ള നടങ്ങൂലല്ലോ. ഇപ്പം മനസ്സിലായി ഓക്കെ. ഇതെന്താ ലൈറ്ററോ? മറ്റേതാണോ? നമുക്ക് ലൈറ്ററൊക്കെ വേണം വലിച്ചാനൊക്കെ. സോ എന്ത് ചെയ്യും, നമ്മളങ്ങോട്ട് പോകണം. നമുക്കവിടെ ഇവിടെ ഒരാളുണ്ടാവാൻ സാധ്യത. പറഞ്ഞില്ലേ, ഇത് സെൻസ് ചെയ്യാൻ പറ്റും. ഗെയിമർമാർക്കൊക്കെ ഇത് സെൻസ് ചെയ്യാൻ കഴിയും. അതങ്ങനെയാണ്. ഓക്കെ. അങ്ങോട്ട് കല്ലെറിഞ്ഞ അവനെ ഡേവിയേറ്റ് ചെയ്യണം. അതാണ് ഓപ്പൺ എന്നോട് പറഞ്ഞത്. അയ്യോ ഡിസ്ട്രാക്ട് ചെയ്യണം. ഊമ്പി ഞാൻ അറിയാതെ കല്ലടിക്കറിഞ്ഞു നമ്മുടെ അടുത്തില്ല തന്നെ. അങ്ങോട്ടാണ് വന്ന് നമ്മൾ ചത്ത്. എന്താ ഇലക്ട്രിക് ഷോക്ക് എടുക്കുക തലയിൽ. തല കടന്ന് പൊട്ടിത്തെറുക്കുക. സോ മിഷൻ ഫെയിലായി. നമ്മൾ മിഷൻ റീസ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ. തന്ത്രമൊക്കെ എഴുതി കാണിക്കണേ. ഇൻഫിനിറ്റിയോ എന്താ? ഫോളോ ഗ്രാൻഡ്. ഇപ്പം തൊള്ളർന്ന ഫക്ക് എന്നേ പറയുള്ളൂ. അതങ്ങനെ ഒരു മണ്ടൻ. ഓക്കെ. അപ്പോൾ കല്ല് നമ്മൾ അങ്ങോട്ട് എറിയണം. കല്ലങ്ങോട്ട് എറിഞ്ഞ ഓനെ ഡിസ്ട്രാക്ട് ചെയ്യാം. ഡീവിയേറ്റ് ചെയ്യണം അവനെ. എന്നിട്ട് നമ്മൾ സൈഡിൽ കൂടെ പോകണം. ഇടുക സമാധാനപ്പിടിപ്പം വലിയ വാപ്പെന്ന് വിചാരം. നമുക്ക് ക്ഷമല്ല. ഇതൊക്കെ സമാധാനപരമായി നമുക്ക് എസ്കേപ്പ് ആവാം. ഓക്കെ. നമുക്ക് ആരും വേണ്ടില്ല. ഇപ്പോഴൊക്കെ ഇവിടുത്തെ ഒയ്യൊക്കെ അറിയാലോ. ഇതെങ്ങനെ ഇതെന്താണ് എടോ മച്ചാനെ കയ്യില് കത്തി കയറ്റോ നിങ്ങള്. Jay, look at me. I can't find Lisa and Riley and the others without you. So pull it together. Okay? Okay, I'm sorry. ഇവൻ ഇവിടുത്തെ വല്ല ആളാണോ? ഇവനക്ക് ഇവിടുത്തെ എല്ലാം അറിയാടാ. ഇവനക്ക് ഇവിടുത്തെ എല്ലാ സീക്രറ്റും അയാളൊക്കെ അറിയാം. അപ്പം ഇവിടെ മുമ്പ് വന്നിക്കണോ വെട്ടിക്കണോ അതേപോലെ. നമ്മളിതൊന്നും ആദ്യം എടാ വാസ് നമ്മളിതിനു സൈക്കോ. നമ്മളിതിനു മുമ്പ് ഇതൊന്നും ചെയ്തിട്ടില്ല. കൊന്നിട്ടൊന്നുമില്ല ആരെയും. ഇവൻക്ക് ഇപ്പം എന്താ ആർമിയിലൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. ആർമീനെ പറ്റി പറയാൻ കേട്ടു. അതാരടാ അവിടെ സ്വലാത്തും ചൊല്ലിയിരിക്കുന്നു. സോ ഇവൻക്ക് ഹൈഡ് ഇൻ ദ പ്ലാൻസിൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കുക. ഓക്കെ. ഇവിടെ ഇരുന്നാൽ മതിയോ? മതിയായിരിക്കും. ദിസ് ബ്രേക്സ് എനിമി ലൈൻ ഓഫ് സൈറ്റ്. എനിമികൾക്ക് നമ്മുടെ മറ്റേ പ്ലാൻസിൻ്റെ ഉള്ളിൽ നിന്ന് കാണാൻ കഴിയൂല. അതാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞത്. പിന്നെ ഡേവിയേറ്റ് ചെയ്യണം കല്ലെറിന്. അതല്ല ഉദ്ദേശിച്ചത്. അതെന്താ ഉദ്ദേശിച്ചത്? ഒന്നും ഉദ്ദേശിച്ചില്ല. എന്താ കുനിഞ്ഞു പ്ലാന്റ് കുനിഞ്ഞു കേസ്. പ്ലാന്റ് കുനിഞ്ഞു. എന്താ
Let's go. Okay. ഓക്കെ പോവാ. എന്ത് പ്രശ്നമുണ്ട്? വെയിറ്റ് ഞാനല്ല. ആക്ക് തോന്നി മിഷൻ പേരായി പിന്നെ മൂമ്പി. Again we ഊമ്പൽ ഊമ്പാവ അമ്പലാമ്പൽ മനസ്സിലായി. അതെ. സോ നമ്മളെ മിഷൻ വീണ്ടും റീസ്റ്റാർട്ട് ആവാണ്. ഓക്കെ, നമ്മൾ വീണ്ടും എസ്കേപ്പ് ചെയ്യാൻ പോവാണ്. ഇവിടുന്നോ? ഞാൻ ഇപ്പം ഞങ്ങൾ കാണിച്ച് ബോറടിപ്പിച്ചിട്ടില്ല. നമുക്കത് 2x-ലാക്കാം. 2x എടുക്കുന്നതിൻ്റെ മുമ്പ് ഒരു കാര്യം പറഞ്ഞാൽ, ജെയ്സന് കൊന്നു ശീലമല്ല. അത് ജെയ്സൺ ഇപ്പോൾ ഒരു മണ്ടനാണ് സത്യം പറഞ്ഞാൽ. ഒരു വേണം. പക്ഷേ ഇവൻ നമ്മളെ ഓൾഡർ ബ്രദറാണു. ഇവന് വലിയ എന്തൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്. കയ്യിൽ കത്തിയൊക്കെ കണ്ടില്ലേ? ഇവനെന്തോ എക്സ്പീരിയൻസ് ഉണ്ട്. ഇവർക്ക് കൊടുത്തുള്ള വഴി പറയാം. നമ്മളെ ഫ്രണ്ട്സായ റൈലി പിന്നെ ആരും ഉണ്ടായിരുന്നു. ഒരു രണ്ടാക്കത് കാണുന്നില്ല. സോ അവരെ രക്ഷിക്കാനുമാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇറ്റ്സ് ദാറ്റ് സൈക്കോ. വാസിനാണ് ഇവ സൈക്കോ എന്ന് വിളിക്കുന്നത്. വലിയൊരു സൈക്കോ ആണ്. പറയുന്നതിൽ അർത്ഥമുണ്ട്. ഓക്കെ, നമ്മളെ കഴിഞ്ഞ ചത്ത മിഷനിലെത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മളിനി ഒന്നുമില്ല പാണ്ടാരം. ഓക്കെ, ഇനി ബുദ്ധിപരമായി നമ്മളിതിൽ കളിക്കും. ഓക്കെ, ഇപ്രാവശ്യം നമ്മൾ ശരിക്ക് കല്ലെറിയും. ഇപ്രാവശ്യം നോ മിസ്റ്റേക്ക്. ഇവരൊക്കെ ഏതാ ഭാഷക്കാർ? ആഫ്രിക്കക്കാരാണോ? ആഫ്രിക്കക്കാരൊരു സ്ലാങ് അല്ലേ? അതേപോലെ ആഫ്രിക്കക്കാരെങ്ങനെ ഇംഗ്ലീഷ് പറയാം, അതേപോലെ ഇപ്പോൾ ഇംഗ്ലീഷ് പറയണം. മറ്റേ സ്പാനിഷായിട്ട് ഇംഗ്ലീഷൊക്കെ പറയണ മാതിരി. വേറെ അറിയുന്നോ? ഇതൊക്കെ അറിഞ്ഞിട്ട് അപ്പം ഞാൻ കളിച്ചത്. എങ്ങനെ രക്ഷയൊക്കെ എവിടെ നോക്കുമ്പോൾ നമ്മളെവിടെയാണ് നമുക്ക് ലൊക്കേഷൻ പറഞ്ഞാലടാ എവിടെയാണ്. എന്താ ഒരുത്തിനെ ഹോസ്റ്റേജ് ആക്കി കൊണ്ടുപോകണതാ? എന്താ അവിടെ കുഞ്ഞു നിൽക്കണു? മറക്കല്ല അവിടെ. സിനിമ കണ്ടിരിക്കും അവിടെ. അബ്സല്യൂട്ട് സിനിമ. ആരടാ അവിടെ ഒച്ച ഉണ്ടാക്കും? ഞാടലൊക്കെ പറയാം. പാലകയിലോട്ട് വരക്കുന്ന മോന്താ. അപ്പം തന്നെ ക്രൂരനായി. ഇപ്പം കുനിഞ്ഞൊന്ന് അവിടെ എത്തുമ്പത്തിന് റോപ്പേ ഞാൻ പിടിച്ചൊരു പ്ലക്കല്ല പിടിച്ചൊരു കുത്ത കരട്ടെ. അതിന് ബാക്കിലുണ്ടോ ആരുള്ള മാതിരി തോന്നി. ചെക്ക് പോയിന്റ് റീച്ചിടാം. ഓക്കെ, ചെക്ക് പോയിന്റ് എത്തി. നമ്മൾ ഏതോ കക്കൂസും കൊയിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പുറത്തെത്തി. ഓക്കെ, ഞങ്ങൾ രണ്ടാളും കാക്കുന്നവൻ പറഞ്ഞത് എൻ്റെ അപ്പാനോടേറ്റെ. ഓക്കെ, വാസെത്തി പിടിച്ചെടുത്തണം തോന്നുന്നു. മറ്റേ ചോര വാസ് കണ്ട പിടിച്ചിടാ നമ്മളെ. ഇവൻ നമ്മളെ അപ്പാനോട് വാക്കൊക്കെ അറിഞ്ഞോ കെയർ ചെയ്യാന്ന്. എന്തോ ചാടിയില്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കൂലേന്നോ അങ്ങനെന്തോ പറഞ്ഞു. ബാക്കിയുള്ളവരെ ഫ്രീ ആക്കി ഇടാനെന്തോ പറഞ്ഞു. പക്ഷെ ഇവിടെ വാസടാ, യു വാണ്ട് ടു ഫക്ക് വിത്ത് മീയോ? അജ്ജ് വാസ് മറ്റേതാട്ടോ. വാസ് മറ്റേതാ. നമുക്ക് ഫക്ക് ചെയ്യണം അത്ര. എന്താ അല്ല എടാ വാസ് 30 സെക്കൻഡ് വരും. അതിൻ്റെ ഉള്ളിൽ നമ്മൾ രക്ഷപ്പെടണം എന്നാണ് പറഞ്ഞത്. ഇത്രയും നല്ലൊരു വില്ലനെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഓർഡറാ എടാ ഫക്ക് എന്ന് പറയാതെ ഓട്ടത്തിൽ കാണിക്കടാ. ഇവനൊക്കെ മാക്സിമം അവിടെ ഓടോടോട് ചാടിയാൽ നമ്മൾ ഡോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓട്ടത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് സ്വാഭാവികം. കയ്യിലൊക്കെ എന്താ ചാടിയാ ചോരേ. ഊമ്പി പെർഫെക്റ്റ് ഊമ്പൽ. പെർഫെക്റ്റ് മൂഞ്ചൽ. ഓക്കെ ഇത്രണ്ടായാലൊന്നും ഒരു കുഴപ്പമില്ല. ചെറുക്ക എനർജറ്റിക്കാ. അല്ല, മോളൊന്നും ഓടിയപ്പോൾ എൻ്റെ കയ്യിൽ ചോര എന്തോ ഉണ്ടായിരുന്നു. അടിയൊക്കെ വന്നപ്പോൾ ചോര പോയി. എന്താ ചോര തെറ്റിപ്പോയി അടി കൂടപ്പോൾ. ഓക്കെ, നമ്മൾ ഈ പോയിൻറ്റ്സിലൂടെയാണ് നമ്മൾ പോകേണ്ടത്. ആവശ്യമില്ലാത്തടത്ത് ചാടുകയാണല്ലോ അതിന്. ഓരെന്താ ഹെലികോപ്റ്ററോ പ്ലെയിനോ? എടാ ഈ ഫക്കെന്ന് പറയാതെ മേമ്പണ്ടടാ. ഇപ്പം എൻ്റെ ഒക്കെ തൊള്ളാവും മെപ്പൊന്നുമില്ലേ പഠിപ്പിച്ചെടുക്കാൻ? ഇവിടെ കണ്ടാലോ പ്ലെയിൻ. ഈ വള്ളിയെ പിടിച്ച് നമ്മൾ കയറണം. സ്ട്രേഞ്ചർ തിങ്സിലെ വള്ളിയാണ്. വെക്കനപ്പം വരും. ഓക്കെ, ഐ ഹാവ് ടു ഫൈൻഡ് റൈലി ആൻഡ് അതേഴ്സ്.
ആദ്യം എന്നെ സ്വന്തമായിട്ട് രക്ഷപ്പെടുത്തണം, എന്നിട്ട് റൈലിനെ മറ്റേ മൂന്നാളെ രക്ഷിക്കുക. സ്വാമി അലാമോ ഇല്ലടാ, അലാറം അടിച്ചിരുന്നില്ലേ? എണീച്ച് പോകാറുണ്ട്. ഇതെന്താ സ്പേസ് ഒക്കെ പറയുന്നുണ്ട്? സ്പേസ് ഒക്കെ ഉണ്ടല്ലോ, പിന്നെന്താ? എടാ ഇവ മുക്കാതെ സ്പേസ് ഒക്കെ ഇയാളെ അടിക്കടാ. എടാ ഞാൻ അവിടെ സ്പേസ് ഒക്കെ ഉണ്ട്, ഇതെന്താ സ്പേസ് ആവാത്തത്? കൊന്നിട്ടു നമ്മളെ പാർട്ടിനെ കുത്തി. ഓപ്പറേഷൻ കൊണ്ട് തന്നെടുത്തിരുന്നാവും. മിഷൻ ഫെയിലായി. ഓക്കെ പെർഫെക്റ്റ്. അസ്പലൂട്ട് ത്രികോണത്തിൻ്റെ മുമ്പിൽ. ഓക്കെ, നമ്മളെ മിഷൻ ഒന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കാരണം എന്താ അറിയില്ല, കുറേ വട്ടം കൈനോട്ടം കുറേ വട്ടം ആവശ്യം ഞാൻ കുറേ വട്ടം സ്പേസ് നിൽക്കിയിട്ടും പ്രശ്നം തീർന്നില്ല. അത്ര രാവിലെ ഇപ്പോൾ പെട്ടെന്ന് രാത്രിയാവും. അതെന്ത് ട്രാൻസാക്ഷനാ? മാനക്കതാ ചന്തികൾക്ക് ഓടണു. അലാറും പറഞ്ഞ് അറിഞ്ഞു തരുന്നു. അതോ ഇപ്പോഴും കുറേ വട്ടം ഇടാനാ നിൽക്കുന്നത്. എന്താ നടക്കാത്തത്? ഇപ്പം നല്ല മുക്കുണ്ട്. ജെയ്സൺ നല്ല പെർഫെക്റ്റ് മുക്കലാണ്. പക്ഷെ അവിടെ അടിച്ചാൽ പറ്റണല്ലോ നമുക്ക്. എന്താ പെട്ടെന്ന് അവിടുന്ന് ഒരു ട്രാൻസാക്ഷൻ എന്നല്ലേ സംഭവം? എന്താണെന്ന് വെച്ചാൽ എൻ്റെ കീ ഒന്നും വർക്കാവുന്നില്ല. കീ വർക്കാവുന്നതല്ല, ഗെയിമിലെന്തോ പ്രശ്നമുണ്ട്. സോ ഈ പ്രശ്നമൊക്കെ പരിഹരിച്ചിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം. സോ ഇപ്പം തന്നെ ചെറുതായിട്ട് ലോങ് ആയി. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. സോ ഫാർ ക്രൈ 3 സീരീസ് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ, ബെൽ ബട്ടൺ പ്ലക്കിക്കോ. സോ അത്രേ ഉള്ളൂ. ബൈ. ആ ഹൈപ്പും കൂടെയാണ് ചെയ്തേക്ക് കേട്ടോ. സന്തോഷമായി. ബൈ.